കൺസെപ്റ്റ് പറയാൻ ഒരു രസമില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്ത് രണ്ടാമതിട്ടുള്ളത്. ലെറ്റ് സ്റ്റാർട്ട്. ഡി പി ഏതാ 2. ഒന്ന് ശ്രദ്ധിച്ചോ. അതാ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തോ? ആൻസറിൽ ഇല്ലല്ലോ. പക്ഷേ എന്ത് എഴുതി വെച്ചു ആദ്യം പറയും? കമ്പ്യൂട്ടേഷൻ ടേബിൾ. അതേപോലെ എന്ത് എഴുതി വെച്ചു? വാരിയൻസ് കാൽക്കുലേഷൻ. കമ്പ്യൂട്ടേഷൻ ടേബിൾ എന്താ? 1 2 3 ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2. മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ഈസ് 3 മൈനസ് 2 ആൻഡ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ഈസ് 1 മൈനസ് 3. അപ്പോൾ ഇത് വെറുതെ എന്ത് ചെയ്യരുത്, ഇങ്ങനെ പറയരുത്. ഇത് വെറുതെ അങ്ങനെ ഒരു ഇക്വേഷൻ 1 മൈനസ് 3 എന്ന് പറയോ? ഇല്ല. അതിനാണ് നമ്മൾ നോട്ട് തന്നുള്ളത്. നോക്കിക്കോ, DP2 നോക്ക്. പ്രൊഡക്റ്റ് എ റിക്വയർ എന്താ? 10 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ അറ്റ് റേറ്റ് ഓഫ് 4. ഓക്കെ അല്ലേ? ആക്ച്വൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചറിങ് എ എത്രയാണ്? 12 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ റുപ്പീസ് 4.50. ഇവിടുത്തെ ഒരു ഗുണം എന്താ അറിയോ? ഇവിടെ എത്ര യൂണിറ്റാന്ന് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ അസ്യൂം ചെയ്യുക യൂണിറ്റ് എത്ര? ഒരെണ്ണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് വേണ്ടി വരുന്ന സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എത്ര കിലോഗ്രാമാ? 10 അല്ലേ? അപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നോക്ക്, ബോർഡിൽ നോക്കൂ, 10 എഴുതട്ടെ. 10 കിലോഗ്രാം. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? 4. അപ്പോൾ റുപ്പീസ് എത്ര വരും? 40. സിമ്പിൾ. ദെൻ അടുത്തേതാണ്? ആക്ച്വൽ കൺസംഷൻ എത്രയാണ്? 12 കിലോഗ്രാം അല്ലേ? റുപ്പീസ് എത്ര വരും? 4.50. എത്ര വരും? റുപ്പീസ് എത്ര വരും? 50. 54. അടുത്തേതാ മക്കളെ? ആക്ച്വൽ ക്വാണ്ടിറ്റി 12 കിലോഗ്രാം അല്ലേ? ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 4 അല്ലേ? 12 ഇൻറ്റു 4 48. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? കോസ്റ്റ് വാരിയൻസ് എങ്ങനെ കാണാം? 1. ഓക്കെ അല്ലേ? 140 അല്ലേ? ഇനി ഇതിൽ നിങ്ങൾ 40 മൈനസ് 54 എന്നൊക്കെ എഴുതണോ? വേണ്ട. 40 മൈനസ് 54 എത്ര വരും? 14. അഡ്വേഴ്സ് ആണോ ഫേവറബിളാ? -1 ഏതാ? അഡ്വേഴ്സ്. അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിൽ ആലോചിക്കാം, എന്താ ഇതെന്ത് കോസ്റ്റാ മക്കളെ? അനുവദിച്ചതല്ലേ? ആക്ച്വൽ 54 വന്നില്ലേ? അപ്പോൾ കൂടുതലല്ലേ? യെസ്. പ്രൈസ് വാരിയൻസ് 3 മൈനസ് 2 48 മൈനസ് 54. അതും അഡ്വേഴ്സ് ആണ്. എത്ര? 6 അഡ്വേഴ്സ്. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം പറയട്ടെ. ഇവിടെ 14 അഡ്വേഴ്സ് അല്ലേ? 6 അഡ്വേഴ്സ് ആണെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും എത്ര വരണം? 8 വരണം അല്ലേ? ഇനി അങ്ങനെ വിചാരിക്കാം. അപ്പോൾ 1 മൈനസ് 3 ഒന്ന് ചെയ്ത് നോക്കൂ. 1 മൈനസ് 3 40 മൈനസ് 48 എത്ര തന്നെ? 8. അതും മൈനസ് ഫിഗർ അല്ലേ? -1 എന്ത് പറയാം? അഡ്വേഴ്സ് എന്ന് പറയാം. സിമ്പിൾ സാധനം അല്ലേ? പെട്ടെന്ന് ചെയ്തോ, എന്നിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം.